ഹായ് ഗൈസ്, ഹൗ ആർ യു ഡൂയിങ്? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്വിക്ക് ആയിട്ടുള്ള ഗാർഡൻ ടൂർ ആണ്. ഇവിടെ അച്ഛനും അമ്മയൊക്കെ നല്ല രീതിക്ക് ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്ന ഒരു ഗാർഡൻ ടൂർ എടുക്കണമെന്ന്. ഒന്ന് ജസ്റ്റ് ഞങ്ങളെ കാണിച്ചു തരാം എന്തൊക്കെ അവിടെ ഉള്ളത്. കുറെ ഫ്രൂട്ട്സും ചെടികളും വേറെ കുറെ മരങ്ങളും ഒക്കെ ഉണ്ട്. സോ ക്വിക്കായിട്ട് എല്ലാം ഒന്ന് കാണിച്ചു തരാം. സോ ഇത് വീടിന്റെ റൈറ്റ് സൈഡിൽ വരുന്ന ഏരിയ ആണ് കേട്ടോ. ആ തെങ്ങ് ഇവിടെ ഒരു തെങ്ങ് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറെ ഓർക്കിഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എന്തോ അമ്മയ്ക്ക് എന്തോ സെറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ തൽക്കാലം ഇത് മഴ ആയതുകൊണ്ട് ഇങ്ങനെ വീണ് പോയതാണ് കേട്ടോ. ഓക്കെ. പിന്നെ ഇത് ദുരിയൻ. ഓക്കെ, ഇത് ദുരിയനാണ്. ഇതെന്തോ ഒരു ഫ്രൂട്ട് ആണ് കേട്ടോ. കിങ് ഓഫ് ഫ്രൂട്ട്സ് അല്ലേ? അതെ അതെ. എന്തോ വലിയ എന്തോ ഫ്രൂട്ടാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇനി ഉണ്ടായിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. കുറെ എന്തൊക്കെയോ വളമൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് വീണ്ടും പേരമരമാണ് കേട്ടോ. ഇത് വേറെ എന്തോ കിലോപ്പാറ എന്തോ പേരുണ്ട്. അങ്ങനെ കിലോപ്പാറ ആ ഒരു പേരാണ് കേട്ടോ. ആ ഇതോ സെയിം തന്നെയാ? ഓക്കെ. ജപ്പാൻ പിങ്ക്. ഇത് ജപ്പാൻ പിങ്ക്. ഇതിന്റെ പേരൊക്കെ എങ്ങനെ ഓർത്ത് വെക്കുന്നു? ഞാൻ കഴിഞ്ഞ വട്ടം കുറെ പഠിക്കാൻ നോക്കി, എല്ലാം മറന്നു. ഇനി നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇത് 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 തായ്ലൻഡ്. ഇത് തായ്ലൻഡ് പിങ്ക് ആണ് കേട്ടോ. ഈ പേരക്ക ഇവിടെ കുറെ പേരക്കേന്റെ വെറൈറ്റികളുണ്ട്. ഇത് നോർമലാ? ഇത് നോർമൽ പേര കേട്ടോ. ഇതിലൊക്കെ കായ് ഉണ്ടായോ? എല്ലാത്തിനും കായ് ഉണ്ടായി. ഇവര് കഴിച്ചോട്ടോ. ഞങ്ങള് ഉള്ളപ്പോ കായ് ഉണ്ടായില്ല. അത് കുഴപ്പമില്ല. പിന്നെ ഇത് അബിയു. ഇത് അബിയു ആണ് കേട്ടോ. ഇതിന്റെ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് എവിടെയുണ്ട്, ഒന്ന് അവിടെ. അത് കുറച്ചുകൂടെ വലുതാണ്. അവിടെ ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. കാണുന്നുണ്ടോ? ഓക്കെ. ഇത് ഫ്രൂട്ട് അല്ലേ? ഇത് ഫ്രൂട്ട് അല്ല. ഓക്കെ. ഓ, ഇത് നട്ടിട്ടിപ്പോ രണ്ടാമത്തെ വർഷമാണോ കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇത് എത്ര വർഷം എടുക്കും? 3 ഇയേഴ്സിന്റെ ഉള്ളില് ഫ്രൂട്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇവരാണ് ഇവിടുത്തെ പിന്നെ ഇവിടെ മിറക്കിൾ ഫ്രൂട്ട് ഉണ്ട്. ഇതിലൊക്കെ ഉണ്ടായതാണ് കേട്ടോ. ഫ്രൂട്ട് ഉണ്ടായതാണ്. ഇപ്പൊ ഇല്ല, മഴ ആയതുകൊണ്ട് ഇപ്പൊ ഇല്ല. ഞങ്ങള് ഇല്ലാത്തപ്പായിരുന്നു എല്ലാ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഒരു ചീര, അത് പോയിട്ടുണ്ട് ആദ്യം. പിന്നെ നമുക്ക് ഇതെന്തായിരുന്നു അച്ഛാ? ബേറാപ്പിൾ. ഇത് ബേറാപ്പിൾ ആണ് കേട്ടോ. ഇതിലുണ്ടായില്ലല്ലോ. ഇതിലുണ്ടായിട്ടില്ല. അത് കുറച്ചായിട്ടുള്ള വെച്ചിട്ട് ഇനി ഉണ്ടാവുമ്പോ നമുക്ക് അമ്മേന്റെ അടുത്ത് ഞാൻ വല്ല ഫോട്ടോ എടുത്ത് അയച്ചു തരാൻ പറയാം കേട്ടോ. പിന്നെ ഇവിടെ ഒരു പപ്പായ, 1 2 3 4 പപ്പായ മരങ്ങളുണ്ട്. ഇതല്ലേ? അതിന്റെ പുറകിലായിട്ട് ബട്ടർ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ. പീനട്ട് ബട്ടർ ഫ്രൂട്ട്. അതുണ്ടായി, കായ് ഉണ്ടായി. അതില് ഫ്രൂട്ട് ഉണ്ടായതാണ്. പിന്നെ അതിന്റെ താഴെ അവിടെ ഇതൊരു മുളക് തൈണ്ട്. അതിൽ നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വിയറ്റ്നാം അല്ലേ? വിയറ്റ്നാം ഏർലി. എന്തെല്ലാം പേരുകളാ. ഇതിന്റെ പേര് വിയറ്റ്നാം ഏർലി കേട്ടോ. ഇതിന്റെ രണ്ടെണ്ണം ഉണ്ട്. 2 സെയിം അല്ലേ? ഇത് രണ്ടും ശരി. അതിന്റെ മേലെ ചക്ക ഉണ്ടായിട്ട് അച്ഛൻ ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ട്. ഞാൻ കിട്ടുകയാണെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇതില് ചെറുതാണ് പക്ഷെ കായ്ച്ചിരുന്നു എന്നാ പറയുന്നത്. പിന്നെ ഇവിടെ മറ്റേ നമ്മുടെ നോർമൽ മുളകില്ലേ, അതിവിടെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടോ, നിറയെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് ചെമ്പകാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇതൊരു കോളാമ്പിയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ്. പിന്നെ ഇവിടെ വീണ്ടും ഒരു മുളക് തൈ വെച്ചിട്ടുണ്ട്. അല്ല, ഇത് മുളക് തൈയാണ്. പിന്നെ ഇവിടെ ഈ ഒരു മാവിന് അച്ഛൻ ഇതെന്തായിരുന്നു? ഇത് ഓക്കെ. ഇത് ഓൾ സീസൺ ആണ് കേട്ടോ. എല്ലാ സീസണിലും മാങ്ങ ഉണ്ടാകുന്നതാണെന്ന് തോന്നുന്നു. ഓൾ സീസൺ മാംഗോ. പിന്നെ ഇത് ഗംഗാ ബോണ്ടം. ഇത് 3 ഇയേഴ്സ് ആണ്. ഇത് 3 ഇയേഴ്സില് ഇതില് തേങ്ങ ഉണ്ടാവും കേട്ടോ. അതൊരു
3 years ഇളനീര് വെട്ടിത്തരുന്നാണ് പറഞ്ഞത്. ഇപ്പൊ എത്ര വർഷം? 1 വർഷമായിട്ടില്ലല്ലോ. 1 വർഷം കഴിഞ്ഞു കേട്ടോ അത് വെച്ചിട്ട്. ഇനി 2 വർഷത്തിന്റെ ഉള്ളിൽ ഇതില് തേങ്ങ ഉണ്ടാവുന്നതാണ്. ഇളനീരൊക്കെ പറിക്കാനാണ് അച്ഛൻ പറയുന്നത്. പിന്നെ അതിന്റെ താഴെ ഇവിടെ ഉണ്ടോ, ഇവിടെ ഒരു മുളക്, ഇവിടെ ഇഷ്ടംപോലെ മുളക് തൈകളുണ്ട് കേട്ടോ. എല്ലാ വെറൈറ്റിയും ഉണ്ട്, ഇവിടെ ഉണ്ട് ഒരെണ്ണം. പിന്നെ ഇവിടെ ഈ ഒരു ഏരിയയില് നിറയെ പേൾ ഗ്രാസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനി വളരണം. ഇപ്പൊ വെച്ചിട്ടേ ഉള്ളൂ, കുറച്ച് ദിവസമായിട്ടുള്ളൂ കേട്ടോ വെച്ചിട്ട്. ഇനി അത് വളർന്ന് പന്തലിക്കണം. പിന്നെ ഇവിടെ 1, 2, 4 ബോഗൻ വില്ലാസ് വെച്ചിട്ടുണ്ട്. ഇതൊരു നല്ല ഫ്ലവർ ഉണ്ടാകുന്നതാണ്. ഇപ്പൊ ഇല്ല, മഴ ആയതുകൊണ്ടാണ് ഫ്ലവർ ഇല്ലാത്ത. അല്ലെങ്കിൽ ഇവിടുന്ന് അമ്മയും അച്ഛനൊക്കെ എപ്പോഴും വീഡിയോ കോൾ ചെയ്യുന്ന ഇങ്ങനെ കാണിച്ചു തരാറുണ്ട്, ഇറങ്ങി പോകുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ വീണ്ടും ഒരു മാവുണ്ട്. ഇതിന്റെ പേര് ഞാൻ പിറങ്കി ലഡുവ അല്ലേ? ഇത് പിറങ്കി ലഡുവയാണ്. ഇതും പെട്ടെന്ന് ഉണ്ടാകുന്ന ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള, നമ്മള് ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യില്ല, അതിലുള്ള വെറൈറ്റീസ് ആണ് കേട്ടോ. ഇതും ഒരു 3 yearsന്റെ ഉള്ളിൽ ഉണ്ടാവുമായിരിക്കും അല്ലെ? ഒരു 3 yearsന്റെ ഉള്ളിൽ ഇതും മാങ്ങ ഉണ്ടാവുന്നതാണ്. പിന്നെ ഇവിടെ ഇതൊക്കെ ജസ്റ്റ് പൂക്കൾ ഉണ്ടാവുന്ന ചെടികളാണ് കേട്ടോ. ഈ ഒരു റോല് വെച്ചേക്കുന്നത് ബോഗൻവില്ലയും, പിന്നെ ഈ ഒരു കുറച്ച് 1-2 പ്ലാന്റ്സ്, ഇത് രണ്ടും സെയിം ആണ്. പിന്നെ വീണ്ടും നമുക്ക് ഇവിടെ ഒരു മാവുണ്ട്. ഇത് കണ്ടോ, പൂത്തിരിക്കുകയാണ്. ഇത് കാലാപ്പാടി. ഇത് ഞാൻ നേരത്തെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മാങ്ങയാവുമെന്ന് അറിയില്ല, ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും ഉണ്ടാവുമായിരിക്കല്ലേ. പിന്നെ നേരെ ഇവിടെ വന്നാല് ഇത് റംബൂട്ടാനാണ് കേട്ടോ. യെല്ലോ അല്ലെ? ഇത് യെല്ലോ റംബൂട്ടാനാണ്. ഇവിടെ റംബൂട്ടാന്റെ കുറച്ച് 3 വെറൈറ്റികളുണ്ട് കേട്ടോ. അതിലൊരെണ്ണാണ് ഇത് യെല്ലോ. ഓക്കെ. പിന്നെ ഞാൻ ഇവിടെ ഒരു ചെറിയ ഒരു പ്ലാന്റും കൂടെ ഉണ്ട് കേട്ടോ. ഇതൊരു ജസ്റ്റ് ഒരു ഷ്രബായിട്ട് വളരുന്ന, ഷ്രബ് എന്നല്ലേ പറയാം, കുറ്റിച്ചെടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഇങ്ങനെ പോയി കഴിഞ്ഞാല് അവിടെ നിന്ന് എടുത്തോ, അപ്പൊ നമുക്ക് കിട്ടില്ല. അപ്പം ഇവിടെ വേറൊരു മാവും കൂടെ ഉണ്ട് കേട്ടോ. ഇതെന്തായാലും നോക്കിയാൽ പ്രിയോ. ഞാൻ ഇവിടെയുള്ള മാവിൽ വെച്ച് ഞാൻ കഴിച്ചിട്ടുള്ള മാങ്ങ ഇത് മാത്രമാണ് കേട്ടോ. പ്രിയോ നല്ല മധുരമുള്ള മാങ്ങയാണ്. ഇത് മാത്രമേ എനിക്ക് അറിയുന്നുള്ളൂ. ഇതിൽ പൂവൊന്നും ഇട്ടിട്ടില്ല. എല്ലാവിടെയും അധികം 3 yearsന്റെ ഉള്ളില് ഫ്രൂട്ട് ഉണ്ടാവുന്നതാണ് കേട്ടോ. മാങ്ങ ആയാലും റംബൂട്ടാനായാലും എല്ലാം. അപ്പൊ വീട് വെച്ച സമയത്താണ് ഇതെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മള് അങ്ങോട്ട് പോവാം. ഇത് വീണ്ടും ഒരു റംബൂട്ടാനാണ് കേട്ടോ. ഇത് ഏതാ അമ്മ? ഇത് ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള റെഡ് ആണ് കേട്ടോ. നല്ല നമ്മുടെ റംബൂട്ടാൻ നിങ്ങൾക്ക് അറിയാവുന്ന കൂട്ടല്ല, അതിന്റെ റെഡ് ആണ്. നേരത്തെ ഞാൻ കാണിച്ചത് യെല്ലോ ആണ് കേട്ടോ. അങ്ങനെ അതും ഇതെല്ലാം ഇവിടെ വീട് വെച്ച സമയത്താണ് വെക്കുന്നത്. അപ്പം ഇനി ഒരു 2 years, ഇപ്പൊ 1 year ആയി വീട് വെച്ചിട്ടുണ്ട്. ഒരു 2 yearsന്റെ ഉള്ളിൽ എല്ലാം ഫ്രൂട്ട്സും ആവും കേട്ടോ. പിന്നെ ഇത് എണ്ണ മഴ പെയ്തു കേട്ടോ. ഞാൻ പെട്ടെന്ന് ക്വിക്കായിട്ട് തീർക്കാം. ഇതും ഒരു റംബൂട്ടാനാണ് കേട്ടോ. ഇത് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള എന്തോ വെറൈറ്റി ആണ്. പേര് കറക്റ്റ് അറിയില്ല. N18 ആണ്. അപ്പൊ ഈ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്തില്ല. പിന്നെ ഇവിടെ ഇത് മിറാക്കിൾ ഫ്രൂട്ട് ആണെന്ന് തോന്നുന്നു. അല്ലല്ല, ഇത് ബോഗൻവില്ല. ഇത് ബോഗൻവില്ലയാണ് കേട്ടോ. പിന്നെ ഇവിടെ 2 മറ്റേ കോമൺ ആയിട്ടുള്ളതിന്റെ പേര് എനിക്കറിയില്ല. ഈ ഒരു 2 ചെടികളുടെ ഉണ്ട് കേട്ടോ. അത്രയാണ് ഈ ഒരു ഏരിയയിലുള്ളത്. ഇത് വീടിന്റെ റൈറ്റ് സൈഡിൽ വരുന്ന ഏരിയ ആണ് കേട്ടോ. നമുക്ക് വീടിന്റെ ബാക്ക് യാർഡ് ആണ് കേട്ടോ. ഇവിടെ കുറെ ഇങ്ങനെ കവുങ്ങൊക്കെ വെച്ചിട്ടുണ്ട് ബാക്കില്. അവിടെ വരെ കവുങ്ങൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ പപ്പായ ഉണ്ട്, മുരിങ്ങ മരം ഉണ്ട്. പിന്നെ അതിന്റെ ഇടയിലൊക്കെ ചെറിയ മുളക് തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ഒരു വേപ്പാണ് കേട്ടോ. ഇത് ചെറുത് വച്ചിട്ടേ ഉള്ളൂ, വളർന്നു വരുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ തുളസിയൊക്കെ വെച്ചിട്ടുണ്ട്. തുളസി, അവിടെയും തുളസി ഉണ്ട്. പിന്നെ ഇത് കുറച്ച് മഞ്ഞളാണ് കേട്ടോ. വീട്ടിലെ ആവശ്യത്തിന് ഒരു ചട്ടിയിലാക്കിയിട്ട് വെച്ചതാണ്. പിന്നെ ഇങ്ങോട്ട് വന്നാല് ഇവിടെ കുറെ പ്ലാന്റ്സ് ആണുള്ളത്. ഇതൊക്കെ പിന്നെ ചൈന ഗ്രാസ് ആണ് കേട്ടോ. ചൈന ഗ്രാസ് അല്ലേ ഇത്? ചൈന ഗ്രാസ് ആണ്. ഈ 3ലും വരുന്നത് ചൈന ഗ്രാസ് ആണ് കേട്ടോ. പിന്നെ അവിടെ ഒരു മുല്ലച്ചെടി ഉണ്ട്. പിന്നെ അതിന്റെ അവിടെ ആയിട്ട് ഒരു അലോവേര ഉണ്ട്. അലോവേര ഇപ്പം മഴ ആയതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഒരുപാടുണ്ടായിരുന്നു.
ഇപ്പൊ അത്രയേ ഉള്ളൂ. പിന്നെ നേരെ വന്നിട്ട് ഇവിടെ മൊത്തം മുല്ലച്ചെടിയാണ്. പിന്നെ ഇവിടെ ഓരോരോ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പേരൊന്നും അറിയില്ല എനിക്ക്. ഇതൊക്കെ ഓരോ മോഡലിലുള്ള ഇലച്ചെടികളാണ് കേട്ടോ. മുല്ല, മുല്ലയിൽ പൂ വെച്ചിട്ടുണ്ട് അല്ലേ? രണ്ട് ടൈപ്പ് ഉണ്ടോ നോക്കിയ. ഇവിടെ പൂ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതൊരു ടൈപ്പാണ്. അതേപോലെ തന്നെ ഇത് വേറൊരു വെറൈറ്റി ആണ് കേട്ടോ. ഒരേ ഫാമിലിയിൽ വരുന്ന രണ്ട് ടൈപ്പ് ഓഫ് ഫ്ലവർ ഉണ്ട്. പിന്നെ ഇത് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറ്റ്സ് ഗ്ലോ, അതാണ് തോന്നുന്നു. അങ്ങനെയാണ് ഈ ചെടിയുടെ പേരെന്ന് തോന്നുന്നു. കാറ്റ്സ് ഗ്ലോ അതുണ്ട്. പിന്നെ ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഇതെന്താ ഇതോ? അച്ഛൻ ഇതെന്താ? ഇത് ചെടിയോ? ചാമ്പി അത് വൈറ്റ് വെള്ള കളറുള്ള അല്ല? ഓക്കെ. ഇതെന്തോ ഒരു ചാമ്പയാണ് കേട്ടോ. എന്തോ ഒരു വെറൈറ്റി ഓഫ് ചാമ്പയാണ്. പേര് കറക്റ്റ് അറിയില്ല. പിന്നെ ഇവിടെ മൊത്തം റോസാ ചെടികളാണ്. ഇതിലിങ്ങനെ നല്ലൊരു പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നോക്ക്, അത്ര മണമില്ല. മണമില്ലാത്ത മണം പോയതാണോന്ന് അറിയില്ല. എനിക്ക് അത്ര മണമില്ല കേട്ടോ. ഇതും പിന്നെ ഇതാ നേരെ വന്നിട്ട് വീണ്ടും ഇവിടെ ഒരു ചാമ്പവാരം ഉണ്ട് കേട്ടോ. ഇത് വേറൊരു വെറൈറ്റി ഓഫ് ചാമ്പയാണ്. പിന്നെ ഇവിടെ കുറെ പൂക്കൾ ഉണ്ടാവുന്ന ചെടികളുണ്ട്. ജമന്തിയാണ് കേട്ടോ. സോറി ഗൈസ്, നേരത്തെ തെറ്റിപ്പോയതാണ്. ഇത് എന്താണ്? സ്വീറ്റ് അമ്പഴം. അതാണ് കേട്ടോ. ഒരു ചാമ്പയല്ല, ഇത് മാത്രമാണ് ഇവിടെ ചാമ്പ വെച്ചിട്ടുള്ളത്. പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ ഇതാ നിറയെ പേരക്കുകൾ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഉണ്ടോ? നിറയെ കാഴ്ച നിൽക്കുന്ന പേരമരമുണ്ട്. ഓക്കെ, കഴിഞ്ഞു. പിന്നെ അവിടെ ഇവിടെ ഒരു മാവ്. അമ്മ ഇതെന്ത് മാവാ? ഈ മാവ് ഇതിന്റെ പേരൊക്കെ ഓർത്ത് വെക്കൽ കുറച്ച് ടാസ്ക് ആണ് കേട്ടോ. ഒരു വെറൈറ്റി പേരാണെന്ന് തോന്നുന്നു. ഓക്കെ, പേര് നമുക്ക് പിന്നെ ഓർത്തെടുക്കാം. മിയാസാക്കി. ആ ഓക്കെ ഓക്കെ. ഇത് മിയാസാക്കി ഒരു മാവാണ് കേട്ടോ. പെട്ടെന്ന് മാമ്പഴം ഉണ്ടാകുന്ന മാവാണ്. പിന്നെ നമുക്ക് ബഡ്സ് ആയിട്ടില്ല, നിറയെ ഫ്ലവേഴ്സ് ആണ്. നമ്മുടെ ഫ്രൂട്ട്സ് ആയിട്ടൊന്നുമില്ല. സൈഡിൽ നിറയെ ബോഗൺവില്ലാസ് വെച്ചിട്ടുണ്ട്. ഈ മഴയത്തും ഇതിങ്ങനെ ഫ്ലവർ ആയിട്ട് നിൽക്കുന്നത് ഇങ്ങനെ മഴ കിട്ടാത്ത സ്ഥലത്ത് വെച്ചോണ്ടാണ് കേട്ടോ. ഈ ഒരു ഏരിയ മൊത്തം ഫ്ലവേഴ്സ് ആണ്. പലതരത്തിലുള്ള ഫ്ലവേഴ്സും എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ അത്രയൊക്കെയാണ് ഇവിടെ. പിന്നെ അവിടെ ഒരു മാവും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരു ഗാർഡനില് ഒരു ഊഞ്ഞാലും കൂടെ ഉണ്ട്. മഴയത്തൊക്കെ ഇരുന്ന് ആടാം. ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പോട്ടാണ്. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡ് ഉണ്ട്, അതിപ്പോ ഞാൻ കവർ ചെയ്യുന്നില്ല കാരണം മഴയാണ്. അവിടെയും കുറച്ച് പ്ലാന്റ്സും ട്രീസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇവിടെ ഗ്രാസ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് പറയാട്ടോ. മഴയാണ്, ഗ്രാസ് ഉണ്ട്, അത് കട്ട് ചെയ്ത് കൊടുത്തേക്കാണ് വളരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ കുറെ റെഡ് പാം വെച്ചിട്ടുണ്ട്. റെഡ് പാം, പിന്നെ കുറച്ച് ഒന്ന് രണ്ട് പ്ലാന്റ്സ് ഉണ്ട്. അതൊരു ഇങ്ങനെ ഇലയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. പിന്നെ ഇവിടെ മൊത്തം ചെടികളാണ് കേട്ടോ. അധികവും ബോഗൻവില്ലയാണ്. പല മിക്സ്ഡ് ആയിട്ടുള്ള കളേഴ്സിലും പല കളേഴ്സിലുള്ള ബോഗൻവില്ലയാണ്. മഴ നന്നായിട്ട് പെയ്തു, അത്രയൊക്കെ ഉള്ളൂ. സോ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഗാർഡൻ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കണ്ടോ.